3545 വരെയാണ് ഓപ്പൺ കാറ്റഗറിയിൽ ഗവൺമെന്റ് സീറ്റ് കമ്പ്യൂട്ടർ സയൻസിൽ കിട്ടി. ഈ കാറ്റഗറിയിൽ 65,466 വരെ ഗവൺമെന്റ് സീറ്റ് കിട്ടി. അതും TKM-ലാണ് കിട്ടി. 53,000, 62,000 റാങ്കിന് വരെ സെൽഫ് ഫിനാൻസിംഗിൽ ജനറൽ കാറ്റഗറി. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റിയുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഈ ഒരു 40,000, 60,000 റേഞ്ച്. AI വളരെ ഡിമാൻഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സെക്ടറിൽ വെറും 2200 റാങ്കിനാണ് AI കിട്ടിയിരിക്കുന്നത്. ഹായ് എവരിവൺ, ദിസ് ഈസ് ANJ. സോ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഓരോ കോഴ്സിനും ഓരോ സ്ട്രീമിനും കിട്ടിയ ലാസ്റ്റ് റാങ്ക്, ക്ലോസിംഗ് റാങ്ക് എത്രയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിലൂടെ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിന്റെ, സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സാധ്യതകൾ അറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ സ്ട്രീമുകളും. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും ഡിമാൻഡിംഗ് ആയിട്ട് വന്ന സ്ട്രീമാണ് കമ്പ്യൂട്ടർ സയൻസ്. യെസ്, അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർഷവും ഏറെ ഡിമാൻഡിംഗ് തന്നെയാണ്. കാരണം ടോപ്പ് റാങ്കുകൾക്കാണ് കമ്പ്യൂട്ടർ സയൻസ് ഗവൺമെന്റ് സെക്ടറിൽ കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, CET നോക്കുകയാണെങ്കിൽ CETയിൽ 343 റാങ്കിനാണ് ഓപ്പൺ കാറ്റഗറിയിൽ ഫസ്റ്റ് അലോട്ട്മെന്റിലൂടെ കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരും ഇതേപോലെയാണ്. ഓപ്പൺ കാറ്റഗറി 670 മാത്രമാണ് തൃശ്ശൂർ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിരിക്കുന്നത്. മുഴുവനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 3545 റാങ്കിന് വരെയാണ് ഓപ്പൺ കാറ്റഗറിയിൽ കമ്പ്യൂട്ടർ സയൻസിന് ഒരു ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഓരോ കാറ്റഗറിയിലേക്ക്, ഇതെല്ലാം ഗവൺമെന്റ് സെക്ടറിൽ കിട്ടിയ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ്. TKM നോക്കുകയാണെങ്കിൽ 1487 ജനറൽ കാറ്റഗറി വന്നിരിക്കുന്നത്. ദെൻ EZ ഇഴവ കാറ്റഗറിയിൽ 11,219 വരെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിലാണ് 11,219 ലഭിച്ചത്. CETയിൽ 804 ഇഴവ കാറ്റഗറി. ആൻഡ് തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ 1109. ഈ രണ്ട് ക്യാമ്പസുകളിലാണ് ഇത്തവണ ഏറ്റവും ടോപ്പ് റാങ്കുകൾ, ഏറ്റവും ഹൈ റാങ്കിങ് വന്നിരിക്കുന്ന കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ദെൻ TKM നോക്കുകയാണെങ്കിൽ 2067 ഈഴവ കാറ്റഗറിക്ക് ലഭിച്ചിരിക്കുന്നത്. മുസ്ലിം കാറ്റഗറി CETയിൽ 686 റാങ്ക് വരെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ടോട്ടലി നമ്മൾ എടുക്കുകയാണെങ്കിൽ 6,633 വരെ ഫസ്റ്റ് അലോട്ട്മെന്റിലൂടെ ഒരു ഗവൺമെന്റ് സീറ്റ് കമ്പ്യൂട്ടർ സയൻസ് ലഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിലാണ് കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. യെസ്, LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ LAയിൽ 29,541 വരെ LA കാറ്റഗറിയിൽ ലഭിച്ചിട്ടുണ്ട്. യെസ്, ഇടുക്കിയിൽ തന്നെയാണ്. CETയിൽ നോക്കുകയാണെങ്കിൽ 968 ലഭിച്ചത്. ദെൻ 2000 നമ്മൾ തൃശ്ശൂരും TKM കൊല്ലം നോക്കുകയാണെങ്കിൽ 2000 റേഞ്ചുകാർക്കാണ് TKMൽ ലഭിച്ചിരിക്കുന്നത്. 5000, 3000 റേഞ്ചുകാർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഇടുക്കിയിലാണ് ഏകദേശം 30,000, 30,000 അടുപ്പിച്ച് LA കാറ്റഗറിയിൽ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചു. DV കാറ്റഗറിയും അങ്ങനെ തന്നെ 23,021 ഇടുക്കിയിൽ ലഭിച്ചിട്ടുണ്ട്. 11,000 റേഞ്ചുകാർക്കൊക്കെ കണ്ണൂരും കോട്ടയത്തും ഒക്കെ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് RIT കോട്ടയമാണ്. 10,000 റാങ്കിനാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. ദെൻ CET നോക്കുകയാണെങ്കിൽ 3,882 റാങ്കിനാണ് ധീവര കാറ്റഗറിയിൽ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചത്. ആൻഡ് VK നോക്കുകയാണെങ്കിൽ CET ട്രിവാൻഡ്രത്ത് 860 റാങ്കിനാണ് ലഭിച്ചത്. ഇടുക്കിയിൽ 12,047 റാങ്കിന് വരെ VK കാറ്റഗറിയിൽ, വിശ്വകർമ്മ കാറ്റഗറിയിൽ ഗവൺമെന്റ് സീറ്റ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് സീറ്റ് കമ്പ്യൂട്ടർ സയൻസിന് ലഭിച്ചു. 4,000 റാങ്കുകാർക്കൊക്കെയാണ് ബാക്കി കോളേജുകൾ. ദെൻ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ 1,161, അതേപോലെ TKM കോളേജ് കൊല്ലത്ത് 2,256 ലഭിച്ചു. വയനാട് നോക്കുകയാണെങ്കിൽ 12,208. യെസ്, അതേപോലെ ധീവര കാറ്റഗറിയിൽ 32,361 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് ഗവൺമെന്റ് സീറ്റാണ്. 30,000 റാങ്കിന് വരെ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചു. ബാക്ക്വേർഡ് ഹിന്ദു 14,241 വരെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിരിക്കുന്നത്. അത് ഇടുക്കിയിലാണ്. അതേപോലെ 13,000 റാങ്കിന് വയനാടും ലഭിച്ചിട്ടുണ്ട്. CET ട്രിവാൻഡ്രത്ത് 662 റാങ്ക് മാത്രമാണ് BH ലഭിച്ചത്. ദെൻ 2,000, 3,000, 5,000 ഒക്കെയാണ് ബാക്കി കോളേജുകളുടെ റേഞ്ച്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 24,234 വരെ ഗവൺമെന്റ് സീറ്റ് കിട്ടി. ഇടുക്കിയിലാണ് കിട്ടിയിരിക്കുന്നത്. യെസ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയാണ്. CET നോക്കുകയാണെങ്കിൽ 1927 ലഭിച്ചിരിക്കുന്നത്. ദെൻ 12,000 റാങ്കിന് പാലക്കാട് ലഭിച്ചിട്ടുണ്ട്. 18,000 റാങ്കിന് വയനാടും ലഭിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സീറ്റ്. KN ഓക്കെ, കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. കുശവൻ നോക്കുകയാണെങ്കിൽ 41,195 വരെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് സീറ്റ്, അതും
ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിന്റെ സീറ്റ് ലഭിച്ചിരിക്കുകയാണ്. ആൻഡ് 34,431 എവിടെ ലഭിച്ചു? ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ ലഭിച്ചിട്ടുണ്ട്. സീറ്റ് നോക്കുകയാണെങ്കിൽ 1479, 1479 ആണ് റാങ്ക്. SC കാറ്റഗറി 35,717 വയനാട് ലഭിച്ചു, 31,854 ഇടുക്കി ലഭിച്ചു. ആൻഡ് പാലക്കാട് 23,842 പാലക്കാടും ലഭിച്ചിട്ടുണ്ട്. CET ട്രിവാൻഡ്രം 6,400 ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 56,708 റാങ്കിന് വരെ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് 50,438 ഇടുക്കിയിൽ ലഭിച്ചിട്ടുണ്ട്. 63,785 കോതമംഗലം മാർ അത്തനീഷ്യസ് കോളേജ് കോതമംഗലത്ത് 63,000 റാങ്കിന് കിട്ടി. പാലക്കാട് 64,000 കിട്ടി. ആൻഡ് TKM കൊല്ലത്ത് 65,466 വരെ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് റാങ്ക് അല്ല, ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് 65,466 65,466 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ 18,859 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. അത് ഇടുക്കിയിലാണ്. വയനാടാണെങ്കിൽ 18,599. യെസ്, ക്ലിയർ അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി വളരെ ഉയർന്ന റാങ്കുകൾക്ക്, അതായത് റാങ്കിങ്ങിൽ കുറച്ച് ബാക്കിലാണെങ്കിൽ പോലും ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് വരെ ലഭിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ തന്നെ ക്ലോസിംഗ് റാങ്ക് ഇതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇനിയും ഒരുപാട് സാധ്യതകൾ നിങ്ങളെ കാത്തി കിടക്കുകയാണ് കേട്ടോ. യെസ്, ഓക്കെ. ഇനി കമ്പ്യൂട്ടർ സയൻസ് ജസ്റ്റ് നമുക്ക് നോക്കാം. ഗവൺമെന്റ് അണ്ടറിലുള്ള പ്രൈവറ്റ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ 34,000 റാങ്കിനും 30,000 റാങ്കിനും 39,000 റാങ്കിനൊക്കെ കിട്ടിയിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിങ് സെക്ടർ നോക്കുകയാണെങ്കിൽ 55,000 റാങ്കിന് വരെ ഓപ്പൺ കാറ്റഗറിയിൽ ലഭിച്ചിട്ടുണ്ട്. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പാലക്കാടാണ്. 55,501 റാങ്കിന് ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ ലഭിച്ചു. 62,575 വാളാഞ്ചേരിയിൽ സെൽഫ് ഫിനാൻസിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിലാണ് പറയുന്നത്. അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ 60,000 റാങ്കാണ് സെൽഫ് ഫിനാൻസിംഗിൽ ക്ലോസിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. 60,000 റാങ്കിനൊക്കെ ഇനി ഒരുപാട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ നിരവധി ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. 60,000 60,000 പ്ലസ് ഉള്ളവർക്ക് പോലും സെൽഫ് ഫിനാൻസിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ് നോക്കുന്നത്. യെസ്, 24,000 35,000 ഞാൻ എന്ത് പറയുന്നുള്ളൂ, ഓപ്പൺ കാറ്റഗറി മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി കാറ്റഗറി ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിലും റാങ്ക് കുറവായിരിക്കും വരിക. 46,000-നും 50,000-നും 60,000-നും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. യെസ്, ഓപ്പൺ കാറ്റഗറി 35,458 ആണ്. ആ ഒരു റാങ്കിന് വരെ ലഭിച്ചിട്ടുണ്ട്. ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം. യെസ്, 3,085 മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളത്ത് ലഭിച്ചിരിക്കുന്നത്. വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസിൽ വരുന്ന ഒരു കോളേജാണ്. കംപ്ലീറ്റ്ലി ഗവൺമെന്റ് കോളേജ് അല്ല, പ്യുവർലി ഗവൺമെന്റ് അല്ല. യെസ്, ഗവൺമെന്റ് അണ്ടർടേക്കിലുള്ള കോളേജ് തന്നെയാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം. 3,085 ഓപ്പൺ കാറ്റഗറിയിൽ ലഭിച്ചത്. എന്നാൽ സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിലേക്ക്, കംപ്ലീറ്റ്ലി സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിലേക്ക് വരികയാണെങ്കിൽ 64,727 ലഭിച്ചിട്ടുണ്ട്. മലപ്പുറത്താണ് ക്യാമ്പസ് വന്നിരിക്കുന്നത്. യെസ്, ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി. കുറച്ച് ഡിമാൻഡിങ് ആയിട്ട് വരുന്ന കോഴ്സുകളാണ് ഇതൊക്കെ അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ 60,000 63,000, യെസ് 67,000 66,418 66,976, ദെൻ 50,000 എല്ലാ റേഞ്ചിലുമാണ് സൈബർ സെക്യൂരിറ്റിയുടെ ക്ലോസിംഗ് റാങ്കുകൾ ഓരോ കോളേജിലും വന്നിരിക്കുന്നത്. 50,000 60,000 റാങ്ക് ഉള്ളവർക്ക് വരെ സാധ്യതകൾ നിരവധിയാണ് ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ. എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെയും ആദ്യം കൺസിഡർ ചെയ്യുക ഓപ്പൺ കാറ്റഗറിയിലേക്കാണ്. യെസ്, അതിനുശേഷം അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് മറ്റ് കാറ്റഗറിയിലേക്ക് നിങ്ങളെ പരിഗണിക്കുക. ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഗവൺമെന്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം മാത്രമാണുള്ളത്. ഗവൺമെന്റ് സെക്ടറിൽ ക്ലോസിംഗ് റാങ്ക് ഓപ്പൺ കാറ്റഗറിക്ക് 2,205 ആണ് വന്നിരിക്കുന്നത്. ഇഴവ കാറ്റഗറി തൊട്ടടുത്ത് തന്നെയാണ് 2,632, മുസ്ലിം കാറ്റഗറി 2,318, LA 4,734, DV 10,726, VK 3,614, BH
2276, SC 18663 ആൻഡ് ST 52,634 ലഭിച്ചു ഫസ്റ്റ് അലോട്ട്മെന്റിലൂടെ. സെൽഫ് ഫിനാൻസിങ് സെക്ടർ നോക്കുകയാണെങ്കിൽ 50,000+ റാങ്കിനൊക്കെ സാധ്യതകളുണ്ട്. 54,000 ലഭിച്ചിട്ടുണ്ട്, 51,720 ലഭിച്ചിട്ടുണ്ട്, 46,520 ലഭിച്ചിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ നിരവധി കോളേജുകളും സീറ്റുകളുമാണ്. വളരെ ശ്രദ്ധിച്ചു മാത്രം ചൂസ് ചെയ്യാം. യെസ്, ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡേറ്റ സയൻസ് ആണ്. യെസ്, ഗവൺമെന്റ് സെക്ടറിൽ വരുന്നത് മാർ അത്തനീഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലമാണ്. അവിടെ ഓപ്പൺ കാറ്റഗറി 4,569 ആണ്. ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. EZ ഇഴവ കാറ്റഗറി 5,721, മുസ്ലിം കാറ്റഗറി അതിനോട് അടുത്ത റാങ്ക് തന്നെയാണ്. then അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ 8,000, 15,000, VK 5,300 അങ്ങനെയാണ് ക്ലോസിംഗ് റാങ്ക് പോയിരിക്കുന്നത്. ആൻഡ് ജനറൽ കാറ്റഗറിയുടെ സെൽഫ് ഫിനാൻസിംഗ് സ്ട്രീം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 47,000 റാങ്കിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, 66,195 അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, 64,891 അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, 40,000 ആൻഡ് 58,559 വരെ സെൽഫ് ഫിനാൻസിംഗ് സെക്ടറിൽ ഡേറ്റ സയൻസ് കിട്ടിയിട്ടുണ്ട്. യെസ്, ഓക്കെ. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ ആണ് ലാസ്റ്റ് കോഴ്സ് നമ്മൾ നോക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ. ഓക്കെ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ് ആണ് ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജ്. അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് ഓപ്പൺ കാറ്റഗറി 8,401 ആണ്. EZ കാറ്റഗറി 9,283, മുസ്ലിം കാറ്റഗറി 9,483. ഏകദേശം ക്ലോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗവൺമെന്റ് സെക്ടറിലെ എല്ലാ സ്ട്രീമുകളും കുറച്ച് ഡിമാൻഡിങ് തന്നെയായിരിക്കും. സെൽഫ് ഫിനാൻസിംഗ് സെക്ടറിൽ ഓപ്പൺ കാറ്റഗറി 44,951 വരെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. യെസ്, ബാക്കി കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഏകദേശം 40,000, 50,000 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില കുട്ടികളൊന്നും എല്ലാ കോളേജും വച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ അതായിരിക്കും. വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഇത്രയധികം കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞു. ഇത്രയും റാങ്ക്, ഒരു 50,000+ റാങ്കിന് വരെ സീറ്റ് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ടെൻഷൻ ഒന്നും വേണ്ട, വളരെ ചൂസി ആയിട്ട് കോഴ്സുകളും സീറ്റുകളും ഒക്കെ സെലക്ട് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.